കൊല്ലത്ത് നിന്നും രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുന്നു. രാജ്കുമാർ, കൊല്ലത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? മഴയൊന്ന് അല്പം ശമിച്ചിട്ടുണ്ടോ? നിലവിൽ മഴ കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് വനമേഖലയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കുളത്തുപ്പുഴയാർ, അതായത് നമ്മുടെ ഈ കാട്ടുപോത്തിന്റെ ആക്രമണം ഉൾപ്പെടെ നടന്ന ആ സ്ഥലത്ത് കുളത്തുപ്പുഴയാർ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കരകവിഞ്ഞു. പത്തടിപ്പാലം, അതായത് തിരുവനന്തപുരം ചെങ്കോട്ട അന്തർദേശീയ പാതയിൽ വെള്ളം കയറി അവിടെ ഇപ്പോൾ ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. അതുവഴി ആരെയും ഒരു വാഹനങ്ങളെയും കടത്തിവിടുന്നില്ല. അവിടെ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചു. ചൊഴിയക്കോട് ഭാഗത്ത് വീടുകളിൽ ഏതാണ്ട് 50ഓളം വീടുകളിൽ കരകവിഞ്ഞ് കല്ലടയാറിലേക്കുള്ള ഒരു ഉപവഴി കൂടി തന്നെയാണ് ഈ പറഞ്ഞ ഈ കുളത്തുപ്പുഴയാറ്. അത് പലയിടത്തും കരകവിഞ്ഞ ഒരവസ്ഥയിലോട്ട് കടന്നു പോകുന്നു. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. അതേസമയം തെന്മല ഡാമിൻ്റെ സംഭരണിയിലേക്കാണ് ഈ നദികളെല്ലാം ഒഴുകുന്നത്. അവിടെയും ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും അത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. തെന്മല ഡാമിൻ്റെ ഷട്ടർ അടിയന്തരമായി തുറക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അത് തുറക്കാത്ത പക്ഷം ഈ കുളത്തുപ്പുഴയാറിൻ്റെ ജലനിരപ്പ് ഉയരുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യത. ഇപ്പോൾ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം റോഡിൽ മുഴുവനും വെള്ളം നിൽക്കുകയാണ്. അതിലെ വാഹന ഗതാഗതം അസാധ്യമായ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും അവിടെ ജലനിരപ്പ് ഉയരുന്നു. അത് കിഴക്കൻ മേഖലയിലെ പ്രശ്നമാണെങ്കിൽ, അതേസമയം തീരമേഖലയിലേക്ക് വരുമ്പോൾ ഇന്ന് രാവിലെ മാത്രം 3 വള്ളങ്ങളാണ് പറഞ്ഞത്. അതിലേതാണ്ട് ഇതുവരെ 6 പേരെ കാണാതായിട്ടുണ്ട്. മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. ഇന്നലെയും മെനിഞ്ഞാന്നുമായി 2 ഇതേപോലെ തന്നെ വള്ള അപകടങ്ങളിൽ 2 പേർ മരിക്കുകയും 3 പേർ മരിക്കുകയും 2 പേരെ കാണാതായിട്ടുണ്ട്. ആകെ 8 പേരെ ഇതുവരെ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ, പ്രത്യേകിച്ച് നീണ്ടകര, ശക്തികുളങ്ങര, തങ്കശ്ശേരിയിൽ മത്സ്യബന്ധനത്തിന് പോയ 8 പേരെ കാണാതായി. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. അതേസമയം കടൽ പ്രക്ഷുബ്ധമാണ്. ഇതിലെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ളത് സങ്കീർണമായ അവസ്ഥയിൽ. ഇത് ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള മുന്നറിയിപ്പുകൾ ലംഘിച്ച് പോയവർക്കാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടതും. ശക്തമായ കടലുണ്ട്. ആ തിരയിൽപ്പെട്ടാണ് ഈ വള്ളങ്ങൾ ഇപ്പോൾ മറിഞ്ഞത്. രാജ്കുമാർ, ഈ മീൻ പിടിക്കുവാൻ വേണ്ടി പോയ വള്ളങ്ങളാണോ അതോ തിരികെ വന്ന വള്ളങ്ങളാണോ മറിഞ്ഞത്? ഇവർ ഒരു പക്ഷേ ജാഗ്രതാ നിർദ്ദേശം ലഭിക്കാതെ പോയവരായിരിക്കുമോ? ഇല്ല, ഇന്നലെ ആയിരുന്നു ട്രോളിങ്ങിൻ്റെ ഇത് ബാൻ കഴിഞ്ഞിട്ട് ഇന്നലെയാണ് അർദ്ധരാത്രി 12 മണിക്ക് ചങ്ങല അഴിച്ചു മാറ്റി നീണ്ടകര പാലത്തിൻ്റെ താഴെ നിന്ന് വലിയ യാനങ്ങൾ മത്സ്യബന്ധനത്തിന് പോയത്. കടൽ റഫായിട്ടും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 30ഓളം ബോട്ടുകൾ ജീവൻ പണയം വെച്ച് അവർ മത്സ്യബന്ധനത്തിന് പോയി. അവരാരും മടങ്ങി വന്നിട്ടില്ല. അവരിപ്പോഴും കടലിൽ തന്നെ ഉണ്ടെന്ന് അവരുമായിട്ടുള്ള ഇതിൻ്റെ മെറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റൽ പോലീസും ഒക്കെ അതിപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. അവരുമായിട്ടുള്ള പലപ്പോഴും റേഡിയോ വിനിമയ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അവരുമായി വയർലെസ്സിലൂടെ ബന്ധപ്പെടാനുള്ള ശ്രമം ഒരു ഭാഗത്ത് തുടരുന്നു. അതേസമയം പരമ്പരാഗത വള്ളങ്ങൾ, ഈ 10-15 പേർ പോകുന്ന വള്ളങ്ങളും 5 പേർ പോകുന്ന ബോട്ടുകളുമൊക്കെയാണ്, ചെറിയ ഫൈബർ വള്ളങ്ങളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്.